പേരാവൂർ ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ടൗണിലെ ഗതാഗതക്കുരുക്കും അനധികൃത പാർക്കിംഗും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനായി പേരാവൂർ താലൂക്ക് ആശുപത്രി റോഡ്, ഇരിട്ടി റോഡിൽ മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഭാഗത്തും, റോബിൻ ഹോട്ടൽ മുതൽ മിൽമ ബൂത്ത് വരെ ഇരുവശത്തും, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഇരുഭാഗങ്ങളിലും, മാലൂർ റോഡിലും ഉൾപ്പെടെ 12ഓളം ഇടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാനും, പ്രകാശ് ജ്വല്ലറി മുതൽ മൗണ്ട് കാർമൽ ഗ്രോട്ടോ വരെയും രാജധാനി പരിസരത്തും ഇരുചക്രവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അനുമതി നൽകി. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മുതൽ 6 വരെയും വലിയ വാഹനങ്ങളിൽ ലോഡ് ഇറക്കാനോ കയറ്റാനോ പാടില്ല. ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടത്തിനും നിരോധനം ഏർപ്പെടുത്തും. 30-നകം വ്യാപാരികൾക്ക് നോട്ടീസ് നൽകും. ഇതിനുശേഷവും ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കും. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ആദ്യ തവണ 250 രൂപയും തുടർച്ചയായി പാർക്ക് ചെയ്യുകയാണെങ്കിൽ 500 രൂപ പിഴ ഈടാക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ, പേരാവൂർ സബ് ഇൻസ്പെക്ടർ ബിജു RC, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ എം ശൈലജ ടീച്ചർ, റജീന സിറാജ്, UV അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ്, ജനപ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, പ്രസ് ക്ലബ് പ്രതിനിധികൾ, ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനമെടുക്കാനും ആ തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നേരത്തെ 2013-14 ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ഘട്ടത്തിലാണ് ഒരു ട്രാഫിക് പരിഷ്കരണം സുഖമുള്ള ചെറുതാൻ എടുത്ത്. അന്ന് ബസ് സ്റ്റോപ്പ് അനധികൃതമായിട്ട് ബസ് സ്റ്റോപ്പ് ആയിരുന്നു ടൗണിലുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ടാണ് പിന്നെ കോളേജിൽ മറ്റും പോയി. അപ്പോൾ കോളേജിൽ പോയപ്പോൾ 27 ദിവസം നമ്മൾ തീരുമാനിച്ച 27 ദിവസം പേരാവൂർ ടൗണിൽ നടപ്പാക്കി. കാരണം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബസ് സ്റ്റോപ്പ് അംഗീകരിച്ച ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നീടാണ് അംഗീകരിച്ച ബസ് സ്റ്റോപ്പ് ആളൊക്കെ കോടതിയിൽ മറ്റും പോയിട്ട് ആദ്യമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഈ പറയുന്ന ഒരു തള്ളിച്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ നിലവിലിപ്പം പേ പാർക്കിംഗ് സൗകര്യം പാർക്കിങ്ങിന് നമുക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രധാന പ്രശ്നം ഈ ചർച്ചകളെല്ലാവരും പലതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മൂല കാരണം റോഡ് സൈഡിലുള്ള പാർക്കിംഗ്. അത് നമ്മൾ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഫൈൻ ഈടാക്കുന്ന രീതിയിലാണ്. ചെറിയ ഫൈനേ ഉള്ളൂവെങ്കിലും അത് നമ്മൾ നൽകുന്നതിലൂടെ ഈ പാർക്കിങ്ങിന് ഒരു പരിധി വരും. പ്രത്യേകിച്ച് രാവിലെ വണ്ടി വെച്ച് വൈകുന്നേരം അതുകൊണ്ട് ടൗണിൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ടൗണിൻ്റെ പുരോഗതിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുമെങ്കിലും ഈ രാവിലെ വാഹനം വെച്ച് തൊഴിലിന് പോയി ദൂരസ്ഥലങ്ങളിൽ നിന്ന് രാത്രി തിരികെ വന്ന് ഈ വാഹനം എടുത്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ടൗണിന് വേറെ മെച്ചമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി അവർക്കൊരു പേ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ പറ്റുമോ? ഇതിനു മുമ്പേ നമ്മൾ തീരുമാനം എടുത്തതാണ്. അത് തീരുമാനം നടപ്പിലാക്കാൻ വന്നപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ നമുക്ക് നേരത്തെ ചോദിക്കുട്ടി പറഞ്ഞ പോലെ ഉണ്ടായ വിഷയങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെട്ടതായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് അവിടെ കൊണ്ടുവെക്കുന്നവരുണ്ട്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞല്ലോ, നമ്മൾ അത്യാവശ്യം ഒരു കച്ചവട സ്ഥാപനത്തിന് മുമ്പ് ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് ഒരു സാധനം വാങ്ങി പോകുന്ന വണ്ടി ഒരു കാരണവശാലും അത് മുമ്പും നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് പോലീസിൻ്റെ. പക്ഷെ അങ്ങനെയാണോ നമ്മളെ പേരാവൂരിലുള്ള പാർക്കിങ്ങിൻ്റെ പ്രശ്നം? അങ്ങനെയല്ല. എല്ലാ ഘട്ടം ഓരോ പോയിന്റും ഞാൻ പറഞ്ഞുതരാം. എവിടെ നിന്നും തുടങ്ങിയപ്പോൾ നമ്മളെ പേരാവൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകാരെ ഇന്ന യോഗത്തിന് വിളിച്ചതാണ്. അതിൻ്റെ പ്രതിനിധികൾ വന്നില്ല. എന്തുകൊണ്ടാണ് അറിയില്ല. അവരെ പ്രശ്നം അവരിവിടെ വന്ന പരാതിയാണ്. എന്താ? അവർക്ക് ബസ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അവിടെ കാറും മറ്റു വാഹനങ്ങളും കൊണ്ട് വെച്ചിരിക്കാം. ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് നമുക്ക് പേരാവൂരിൽ നിന്ന് കൊട്ടിയൂർ റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ്. അതിനിടയ്ക്ക് ഒരു ബസ് സ്റ്റോപ്പ് കൂടെ വരികയാണ്. അതിന് തൊട്ടുമുണ്ടായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടുമുണ്ടായിട്ട് നല്ല രീതിയിൽ നടക്കുന്ന ഒരു മലഞ്ചരക്കട. നല്ല രീതിയിൽ നടക്കുന്ന മലഞ്ചരക്കട എന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്നും ഔട്ടും ഉണ്ടാകുന്ന ഒരു മലഞ്ചരക്കട. അവിടെ എപ്പോഴും വലിയ വണ്ടി പാർക്ക് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആരും കാണാത്ത ആൾക്കാരായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് നോട്ട് ചെയ്തിട്ട് പറയുന്നത്. 2 ഭാഗത്തും ഓട്ടോകൾ നിർത്തി ആളെ ഇറക്കുകയും ഷോപ്പ് കയറുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ബ്ലോക്കാവുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെയും അവിടെ ഒരു ബസ് അവിടെ നിർത്തിയിട്ടിട്ട് പോകുമ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ പിന്നാലെ പോയി. ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവരോട് ചോദിച്ചു നിർത്തി ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ
ബസ്സിൻ്റെ പ്രതികാരം എവിടെ ഉണ്ടോ അറിയില്ല. എന്താ പ്രതികളുണ്ടോ? ബസ്സിൻ്റെ പ്രതികളുണ്ടോ? ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ആളോട് കണ്ട് കാര്യം പറഞ്ഞപ്പോൾ തൊട്ട മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ആളെ ഇറക്കിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബാക്കിൽ കുറേ ബാക്കിലായിരുന്നു. ഒരു 5-8 വണ്ടിയുടെ ബാക്കിലായിരുന്നു എൻ്റെ വണ്ടിയായിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇതാണ് ഒരു കാരണം. ബസ്സുകാരൻ എടുത്തപ്പോൾ ബസ് സ്റ്റോപ്പിൽ തന്നെയാണുള്ളത്. അയാൾ ഇന്നലെ ബാക്കോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ബാക്കിൽ ആധാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആളെ കേട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണെന്ന് പറഞ്ഞു. അയാളോട് വന്ന് തൊട്ട മുന്നിൽ ഒരു ഓട്ടോ ആളിറക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പലപ്പോഴും പെരാവൂർ ടൗണിൻ്റെ അവസ്ഥ. പിന്നെ പഴയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും ഉണ്ട്. പഴയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിൽ നടക്കുന്ന ബസ് സ്റ്റോപ്പ് എന്നുള്ളത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുക്കാമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.